ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം പരിസമാപ്തിയിലേക്ക്. അല്പസമയത്തിനകം മാധ്യമങ്ങളുടെയും കുത്തിയോട്ട ബാലന്മാരുടെയും അകമ്പടിയോടെ ദേവി പുറത്തേക്ക് എഴുന്നള്ളും. കൂടുതൽ വിവരങ്ങളുമായി ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ നിന്ന് ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, എങ്ങനെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? വിഷ്ണു, സാക്ഷാൽ മഹിഷാസുര മർദ്ദിനിയായ ദേവി അല്പസമയത്തിനകം ഈ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടത്തും. പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാദ്യ മേളങ്ങളുടെയും കുത്തിയോട്ട ബാലന്മാരുടെയും അകമ്പടിയോടെ ആണ് ഈ ദേവി പുറത്തേക്ക് എഴുന്നള്ളുന്നത്. തെക്കേ നടവഴി ദേവി പുറത്തേക്ക് എഴുന്നള്ളിയതിനു ശേഷം മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്കാണ് എഴുന്നള്ളത്ത്. വാദ്യമേളങ്ങളുണ്ടാകും, കുത്തിയോട്ട ബാലന്മാർ അകമ്പടി സേവിക്കും, നൃത്യങ്ങളുണ്ടാകും. കൂടാതെ വിവിധ വൈവിധ്യങ്ങളാർന്ന കലാരൂപങ്ങൾ ദേവിയെ അകമ്പടി സേവിക്കും. പുലർച്ചയോടുകൂടിയായിരിക്കും ദേവി മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുക. അവിടെ നിന്നും രാവിലെ 8 മണിയോടുകൂടി തിരിച്ച് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുകയും അകത്തേക്കുള്ള എഴുന്നള്ളിപ്പ് നടത്തുകയും ചെയ്യും. എന്തായാലും വളരെ അത്യാഘോഷപൂർവ്വം ആചാരപൂർവ്വം നടത്തുന്ന ചടങ്ങ് അത് പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. കുത്തിയോട്ട ബാലന്മാർ 606 കുത്തിയോട്ട ബാലന്മാരാണ് ഇത്തവണ ദേവിക്ക് അകമ്പടി സേവിക്കുക. കഴിഞ്ഞ 7 ദിവസമായി ദേവിയെ രാവിലെ എണീറ്റ് കുളിച്ച് തൊഴുത് വണങ്ങി ദേവി സ്തുതികൾ മാത്രം ഉരുവിട്ട് ഭക്തി ആദരവോടെ അവർ കാത്തിരുന്ന ആ ഒരു നിമിഷമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ദേവിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടക്കുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേവി മന്ത്രങ്ങൾ മാത്രം ഉരുവിട്ടുകൊണ്ട് ഈ കുത്തിയോട്ട ബാലന്മാർ കൂടി ഈ ദേവിക്കൊപ്പം അണിനിരക്കുന്നതോടുകൂടി ഈ ഒരു ഉത്സവത്തിന്റെ പരിസമാപ്തി അതിലേക്ക് അടുക്കുകയാണ്. രാവിലെ ദേവി മടങ്ങിയെത്തിയതിനു ശേഷം അകത്തേക്ക് എഴുന്നള്ളിപ്പം തുടർന്ന് രാത്രിയോടുകൂടി കാപ്പഴിക്കുന്നതോടുകൂടിയാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ ഈ ഉത്സവത്തിന്റെ പരിസമാപ്തി എന്ന ഒരു ചടങ്ങിലേക്ക് എത്തുക. എന്തായാലും നിരവധി ഭക്തർ ഇപ്പോഴും ആറ്റുകാൽ ദേവി ക്ഷേത്ര പരിസരത്തും ഈ ക്ഷേത്ര സന്നിധിയിലും തമ്പടിച്ചിട്ടുണ്ട്. കാരണം ആറ്റുകാൽ ദേവി ആദ്യ ദിവസം മുതൽ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്ന ഈ ഒരു നിമിഷത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ദേവിയെ ഒന്ന് കാണാൻ, ഈ കുത്തിയോട്ട ബാലന്മാരുടെ അകമ്പടിയോടുകൂടി ദേവിയെ ഒന്ന് കാണാൻ, ദേവി ചൈതന്യം അറിയാൻ, അടുത്തറിയാൻ കാത്തിരുന്ന നിമിഷം. ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്ന ഭക്തരാണ് ഇപ്പോഴും ഈ ആറ്റുകാൽ അമ്പലത്തിന് ചുറ്റും തമ്പടിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ദേവി വാദ്യ മേളങ്ങളുടെയും കുത്തിയോട്ട ബാലന്മാരുടെയും അകമ്പടിയോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളും. വിഷ്ണു, ചന്തു സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം ഭക്തി നിർഭരമായ സാഹചര്യമാണ്, പശ്ചാത്തലമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പോയ കാലത്തെ അപേക്ഷിച്ച വളരെ വലിയ ദൃശ്യചാരുതയും വളരെ വലിയ മനോഹാരിതയും ഇത്തവണത്തെ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുകയല്ലേ? തീർച്ചയായിട്ടും വിഷ്ണു, അതിനപ്പുറത്തേക്ക് ഭക്തിയുടെ ഒരു നിറവ് അത് തിരുവനന്തപുരം നഗരം മുഴുവൻ സാക്ഷിയായതാണ്. ഇന്നേ ദിവസം പൊങ്കാല കലങ്ങൾ ഇവിടെ നിവേദിച്ച് ഒരു തിരുവനന്തപുരം നഗരത്തെ അക്ഷരാർത്ഥത്തിൽ യാഗശാലയായി മാറ്റിയതിനു ശേഷം ദേവി പുറത്തേക്ക് എഴുന്നള്ളുകയും ഈ നഗരത്തിൽ ഒരു പ്രദക്ഷിണം നടത്തുകയും ചെയ്യുന്നു. അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ചൈതന്യം തന്നെയാണ്. ആ ചൈതന്യത്തിനൊപ്പം കൂടാൻ നിരവധി ഭക്തർ ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ട്. പ്രധാനമായും 606 കുത്തിയോട്ട ബാലന്മാരാണ് ഇപ്പോൾ ഇന്ന് ദേവിക്കൊപ്പം അകമ്പടി സേവിക്കുന്നത്. ദേവിയുടെ ദാസന്മാരാണ് ഈ കുത്തിയോട്ട ബാലന്മാർ. മഹിഷാസുര മർദ്ദിനിയായ ദേവിയുടെ മുറിവേറ്റ ഭടന്മാർ എന്ന വിശ്വാസമാണ് കുത്തിയോട്ട ബാലന്മാർ ഈ ദേവിക്കൊപ്പം അണിനിരക്കുന്നതോടുകൂടി ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു ഭക്തി ആദരവോടുകൂടി ദേവിയെ ആനയിച്ച് മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്ക് എത്തുകയും അവിടെ രാവിലെ പുലർച്ചയോടുകൂടി തന്നെ കുടിയിരുത്ത് നടക്കുക അല്ലെങ്കിൽ ഇരുത്തിപ്പൂജ നടക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ദേവി തിരിച്ച് ആറ്റുകാൽ അമ്പലത്തിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യുന്നു. അതിനുശേഷം രാത്രിയോടുകൂടിയാണ് കാപ്പഴിക്കൽ ചടങ്ങ് നടക്കുക. ആ ചടങ്ങോടുകൂടി ഈ ഉത്സവം പരിസമാപ്തിയിലേക്ക് എത്തുന്നു. എന്തായാലും ദേവിയെ സംബന്ധിച്ചിടത്തോളം, ഭക്തരെ സംബന്ധിച്ചിടത്തോളം, തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ ഒരു യാഗശാലയാകുകയും ഈ ഒരു ദേവീ ചൈതന്യം കുടികൊള്ളുകയും ചെയ്യുന്ന നിമിഷമാണ്. ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അല്പസമയത്തിനകം ദേവിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടക്കും. കൈകൾ കൂപ്പി അമ്മേ ശരണം ദേവീ ശരണം എന്നൊരു വിട്ടുകൊണ്ട് ആ നാമജപങ്ങൾ മാത്രം ഏവരും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് ദേവിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിനായി.
ചന്തു, ഒപ്പം തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെ വലിയൊരു ജനസഞ്ചയം ഇപ്പോഴും ആ ക്ഷേത്ര പരിസരത്തൊക്കെ തന്നെയുണ്ട്. ഒപ്പം തന്നെ നിലവിൽ ഇത്തരത്തിൽ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? വിഷ്ണു, ഗതാഗത നിയന്ത്രണം രാത്രി 8 വരെ ആയിരുന്നു. എങ്കിലും ക്ഷേത്ര പരിസരത്ത് ഇപ്പോൾ ഗതാഗത നിയന്ത്രണമുണ്ട്. കൂടാതെ പോലീസിന്റെ സുരക്ഷാ സംവിധാനമുണ്ട്, ക്ഷേത്ര ട്രസ്റ്റ് ജീവനക്കാരുടെ സുരക്ഷാ സംവിധാനമുണ്ട്. വളരെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ദേവിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് ചടങ്ങ് നടക്കുക. നിരവധി ഭക്തരുടെ ഒരു സാന്നിധ്യം ഇവിടെയുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി പോലീസും ഭക്തരും എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ്. സ്വാഭാവികമായും ദേവിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് കാണുക, ദേവിയെ ഒന്ന് കാണുക. ഈ ഒരു ആറ്റുകാൽ അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം ഈ 10 ദിവസത്തെ ഉത്സവമാണ് നടക്കുന്നതെങ്കിലും ഈ പൊങ്കാല മഹോത്സവത്തിന് ശേഷം പൊങ്കാല അർപ്പിച്ച് സ്ത്രീജനങ്ങൾ മടങ്ങിയതിനു ശേഷം ദേവിയെ ഒന്ന് കാണുന്നതിന് വേണ്ടി, ദേവി പുറത്തേക്ക് എഴുന്നള്ളത്ത് ആ ഒരു എഴുന്നള്ളത്ത് കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ജനങ്ങളാണ്. അപ്പോൾ തിരക്ക് വളരെയധികം വരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ പോലീസിന്റെ രാവിലെ മുതൽ തന്നെ ഇവിടെ ഉണ്ട്. അതിനുശേഷം ഇപ്പോഴും പോലീസിന്റെ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായും തിരക്കിനെ സംബന്ധിച്ചിടത്തോളമുള്ള ആശങ്കകളില്ല. എന്നിരുന്നാൽ തന്നെയും തിരക്ക് കൂടുന്ന സാഹചര്യത്തിൽ ഗതാഗത നിയന്ത്രണം ക്ഷേത്രത്തിന്റെ പരിസരത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ദേവി പുറത്തേക്ക് എഴുന്നള്ളും. അതിനുശേഷമാണ് മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്ക് ഈ ഘോഷയാത്രയായി ഈ കുത്തിയോട്ട ബാലന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി ദേവി എഴുന്നള്ളും. വ്യക്തമാണ്. ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം പരിസമാപ്തിയിലേക്ക് അടുക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വാദ്യമേളങ്ങളുടെയും കുത്തിയോട്ട ബാലന്മാരുടെയും അകമ്പടിയോടെ ദേവി പുറത്തേക്ക് എഴുന്നള്ളും. കൂടുതൽ വിശദാംശങ്ങളാണ് നിലവിൽ ചന്ദ്രശേഖർ ക്ഷേത്ര പരിസരത്ത് നിന്നും നൽകിയത്.